നമ്മുടെ ഈ ചൈനീസ് റോൾസും. ആ ചെടി എവിടെ കൊണ്ട് നട്ടാലും അങ്ങ് പെട്ടെന്ന് പട്ടു പോവായിരുന്നേ. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചേ ഇങ്ങനെ തണലത്ത് കൊണ്ട് വെച്ചിട്ട് മണ്ണൊക്കെ നിറച്ച് നട്ട് വെച്ചപ്പം അതിനകത്ത് ഇച്ചിരി എല്ലുപൊടി ആട്ടിൻ കാഷ്ടമൊക്കെ ചേർത്താണ് ഞാൻ നട്ടത്. നല്ല രീതിയിൽ കിളിച്ചെനിക്ക് കിട്ടി. കണ്ട് പൂവും വന്നു, നല്ല രീതിയിൽ നല്ല കിളിച്ച് 2 ആഴ്ച ആയപ്പോഴത്തേന് എനിക്ക് പിടിച്ച് കിട്ടി. ഇത് അതുപോലെ ഈ ചുവന്ന ചെടി അതുപോലെ ഞാൻ നടുവാണേ. എപ്പോൾ കൊണ്ട് നട്ടാലും നല്ല രീതിയിൽ പിടിക്കത്തില്ലായിരുന്നു. ഈ ഒരു പഴയ ഒരു ചട്ടിക്കകത്ത് ഞാൻ മണ്ണ് നിറച്ചത് ചാണകം, നമ്മുടെ ചകിരിച്ചോറും പിന്നെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൂടെ മിക്സ് ചെയ്ത മണ്ണാണ്. അത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വാരി വെക്കുക. ഇത് വലിയ കല്ലൊക്കെ ഉള്ളത് മാറ്റിക്കൊണ്ട് നമ്മുടെ പഴയ നിരത്തി കുത്തി വെച്ചാൽ നമുക്ക് തോനെ ചെടി പോലെ നമുക്ക് തോന്നുന്നില്ല. അതിനാണ് ഇങ്ങനെ നമ്മൾ കുത്തി വെക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ഇവരെ നിർത്തുക കേട്ടോ. തിരിച്ച് കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ട് നമ്മുടെ മുറ്റത്തോട്ട് കയറി വരുന്നിടത്തൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ബാലൻസ് വരുന്ന മണ്ണ് നമുക്ക് ഇവരുടെ അടുത്തിട്ട് കൊടുക്കാം, ഇവരുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല രീതിയിൽ വളമുള്ള മണ്ണല്ലേ, അപ്പം നല്ല രീതിയിൽ കിളിച്ച് കിട്ടും. കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മണ്ണൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇത് നല്ല രീതിയിൽ പൂവായി കഴിഞ്ഞ് പൊക്കമൊക്കെ ആയി പൂവായി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് അവിടെ കൊണ്ടുവെക്കാം. അപ്പം അത്രയേ ഉള്ളൂ.